ഷാജി തൂമ്പാക്കി മുള കൊടുത്ത് നിൽക്കാതെ രണ്ട് കൊത്തം കൊണ്ടറ. പാപ്പച്ച അറിയാച്ചാ അപ്പച്ചൻ പോയി കഞ്ഞി കുടിച്ചു വരാം. ഇവത്തേനുള്ള മാറാതെ നിന്നോണം. ശരി. കണ്ണ് തെറ്റിയായി ഇവര് സ്വര പറഞ്ഞോട് നിൽക്കും. എന്താ കർത്താവേ ചതിച്ചോ? വഴി വഴി വിത്തകളെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു കോശാലകളും ഇല്ലേ ഇവിടെ? നെല്ല് തിന്ന് തിന്ന് നിന്റെയൊക്കെ വയറ് 10 മാസത്തെ പെണ്ണിനെ പോലെ വീർത്തല്ലോ. എടി പെണ്ണേ, ബഹളം വെക്കുന്നേ? നീ ഇതെവിടെ വായ നോക്കി നിൽക്കായിരുന്നു? ഞാൻ അപ്പുറത്ത് നിന്നെ ചത്തുപോയതല്ല പുഴുക്ക് തിന്നാൻ നിൽക്കായിരുന്നു. എന്നത്തിന് എപ്പോഴും മരിച്ചു പോയ അമ്മച്ചെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? പറയൂടെ പറയും. ഒന്നിന് പിറകെ രണ്ടെണ്ണത്തിന് ഈ കയ്യിലോട്ട് പെറ്റിട്ട് എന്നിട്ടല്ല നിന്റെ തള്ള കർത്താവിന്റെ വലത്ത് ഭാഗത്തോട്ടിരിക്കാൻ പോയത്. എന്നിട്ട് നിന്നെയൊക്കെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് എന്തിന് ഈ ചേല ഉടുക്കാൻ പഠിപ്പിച്ചത് പോലും ഞാനാ. അറിയോ നിനക്ക്? അപ്പച്ചന് ചിക്കൻ രസിക്കാതെ പോയി കഞ്ഞിവെള്ളം വെക്കടി. തോക്കും വളർത്തി എടുത്തവർക്കല്ലേ അതിന്റെ വിഷമം അറിയും. അല്ല വല്ല കുടുംബത്തിൽ പോയി നിൽക്കേണ്ട പെക്കൊച്ചല്ലയോ? ഓ എരണക്കേട്. ആ ചൂല് മുമ്പിൽ നിന്ന് മാറ്റന്റെ കുഞ്ഞേലി. ഒരു ചൂല് കൈ കിട്ടിയ ഗീവർഗീസ് പുണ്യാണ് കുന്തോ പിടിച്ചോണ്ട് നിൽക്കണ വെറുതെ ഇങ്ങനെ അങ്ങ് നിന്നോളും. ഈ അടിയല്ലാതെ തടിയല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താ എല്ലൊന്നും ഊരി പോകത്തില്ലല്ലോ. നല്ല ഒന്നും വരത്തില്ലല്ലോ. അതെങ്ങനാ? വിട്ട് ഗുണം 10 ഗുണമെന്നല്ലേ പറയാ? എന്റെ തന്തയ്ക്ക് പറയാണോ? എന്റെ അപ്പം വിതച്ചതാ. ഒന്നും പാഴ്പൊളിയായി പോയിട്ടില്ല. മുള്ളിയപ്പത്തെറിച്ച് ബന്ധവും പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി വന്നപ്പോ പിടിച്ച് നിർത്തിയോണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ എന്റെ തന്തയ്ക്ക് പറയണേ? ഇവിടെ കയറി വന്നില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി ചുരുണ്ട് കിടന്ന് ചത്തേനെ. കാന്താരമുള എവിടെ കൊണ്ടുവരുന്നു? എന്നാ കറി ഉണ്ടെങ്കിലും കാന്താരമുളക് ഉണ്ടെങ്കിൽ ഈ അപ്പച്ചന് കഞ്ഞി ഇറങ്ങത്തുള്ളൂ. എന്നാ പിന്നെ തിരുതമുട്ട കൂട്ടി കുടിക്കാടി. അപ്പം പാടത്തും പറമ്പിലും കിടന്ന് എല്ലുമുറിയെ പണിയെടുത്ത് ഈ കണ്ടതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ കാന്താരമുളകും പഴങ്കഞ്ഞി കുടിച്ചിട്ടാടി. ഇപ്പൊ നിനക്കൊന്നും അത് പിടിക്കത്തില്ലല്ലോ. പണ്ട് കാന്താരിമുളക് കൂട്ടി കഞ്ഞി കുടിച്ചു എന്ന് കരുതി ഇപ്പോഴും അങ്ങനെ തന്നെ കഴിയണമെന്നാണോ? നിർത്തടി മേഖലക്കാരി. ഒന്നും എടുത്തില്ലേ? ഓ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോപ്പുമില്ല. എന്തിനാ ഈ കടയും തുറന്നു വെച്ചോണ്ടിരിക്കുന്നേ? അടച്ചു പൂട്ടി വേറെ വല്ല ജോലിക്കുമ്പോ എല്ലാ സാധനങ്ങളും ഉള്ള കടയിൽ നിന്ന് ഞാൻ എടുത്തോളാം. എന്ത് സാധനം അവിടെ ഇല്ലാത്ത? ജീവന്റെ അപ്പം എന്താ ഉണ്ടോ കുറച്ചെടുക്കാൻ? കപ്പ്യാരിയേട്ടിന് ഉടുപ്പൊന്ന് പൊക്കി ഞാൻ കാണിച്ചു തരാം ജീവന്റെ അപ്പം. അയ്യേ വന്ന് വന്ന് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എന്ത് തമാശയും പറയാന്നായി. ഇപ്പത്തേക്ക് നാണോ ഇല്ലേ? ഞാൻ ഉടുപ്പ് മാറ്റിയാൽ എന്ത് കാണാനാ? ഇതുപോലെ പലതും കണ്ടേക്കും. ഇതൊക്കെ അങ്ങനെ നാണമില്ലല്ലോ കപ്പ്യാർക്ക്. ഇങ്ങനെ ഒരു കപ്പ്യാര് ഈ ഇടവഴിക്ക് തന്നെ നാണക്കേടാ. എന്ത് ചെയ്യാനാ പിള്ളേര്? കുടുംബം വേണ്ട വേണ്ട, ഇനി കഥനകഥ ഒന്നും കേൾക്കണ്ട. കുടുംബം മുഴുവനും പട്ടിണിയിലാണ്. വിനോടി 4ാമതും ഗർഭിണിയാണ്. അവക്കിപ്പോ 4 മാസായി. 3 പിള്ളേരും 2 ഭാര്യമാരെയും പോറ്റണ്ടേ? ഇതൊക്കെയല്ലേ കപ്പേരേട്ടൻ പറയാൻ പോണത്. വാട്ട് എ സർപ്രൈസ്. എന്നേക്കാൾ നന്നായി എന്റെ കാര്യങ്ങൾ ഇവർക്കറിയാം. ഫ്ലവർ ബോയ്. അപ്പച്ച ഒന്ന് നിന്നേ. അപ്പച്ചനെ ഞാൻ കാറി കൊണ്ടുവിടാം. ഈ 4 വാര ദൂരെ കിടക്കുന്ന പള്ളിപ്പാന്നിന്റെ അമ്മായിയമ്മയുടെ കാറ് കാലത്ത് എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ കേട്ടോ. പിന്നെ ഇത്രയും കാറോട് മേടിച്ചിട്ടിരിക്കുന്നേ? ഉള്ളക്കാലത്തേക്ക് കോളേജിൽ ഇപ്പൊ കാറില്ലാതെ പറ്റുവോ? പെട്രോളിന് തീ പിടിച്ച വിലയുള്ള ഈ സമയത്ത് തൊട്ടേനും പിടിച്ചേനൊന്നും ഇവിടെ ആരും കാറ് കയറി നിനക്കണ്ട. അയ്യോ ഈ അപ്പച്ചന്റെ ഒടുക്കത്തൊരു പിശുക്ക് നിന്റെ. അപ്പച്ചനോടൊരു കാര്യം എനിക്ക് പറയാം. എന്തുവാടാ? രാത്രി കള്ളം കുടിച്ച് പൂരപ്പാട്ടും പാടി വന്നേക്കരുത്. പറഞ്ഞേക്കാം. പേടിപ്പിക്കല്ലേ. നിന്റെ ഈ നെഞ്ചത്തും കയ്യേലുമുള്ള മസിൽ ഉരുട്ടി അപ്പച്ചനെ പേടിപ്പിക്കല്ലേ. അപ്പൻ അങ്ങനെ കുടിക്കണമെങ്കിലേ ഇവിടെ വാങ്ങിച്ചു വെച്ച് കുടിച്ചു. ഓഹോ അങ്ങനെ. എടാ അപ്പച്ചനെ കഴിക്കണമെങ്കിൽ നിന്റെ ഒന്നും ഓശാരം വേണ്ട. അപ്പച്ചൻ കുടിക്കും, പാട്ടുപാടും,
ചിലപ്പോ പെടുക്കും, വേണമെങ്കിൽ അതിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങിയെന്നും വരും. അതൊക്കെ എന്റെ ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആളുകൾ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. വാസ്തവം ഉള്ളതാ പിള്ളേര് പറയുന്നത്. മനുഷ്യന്റെ വെട്ടത്തിറങ്ങി നടക്കുന്ന അവരല്ലയോ, അവർക്കാ അതിന്റെ കുറച്ചില്. അടിച്ചേറ്റക്കാരത്തെ അടുക്കള ഇരുന്നാ മതി, ഉമ്മറത്തേക്ക് ഇറങ്ങി കറിയിൽ എണ്ണ കാച്ചണ്ട. പാറ പാപ്പൂനെ ഗുണദോഷിക്കാൻ ഒരു കോശാലകളും വരണ്ട. നിങ്ങളുടെ അപ്പാപ്പന്റെ സ്വഭാവം തന്നെ അങ്ങേർക്കും കിട്ടിയിരിക്കുന്നത്. ചത്ത് സെമിത്തേരിലേക്ക് എടുത്താലും ആ പരട്ട സ്വഭാവം മാറുകയല്ല. ഫു, പന്നി. ഹായ്. മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരു നസ്രാണി പെണ്ണ് പ്യുവർ വെജിറ്റേറിയനായ ഒരു തമ്പുരാൻകുട്ടിയെ പ്രേമിക്കുന്നു എന്ന് എന്റെ കോലോത്തിതെങ്ങാനും അറിഞ്ഞ ശിവ ശിവ. ധൈര്യമില്ലാഞ്ഞിട്ടല്ല, എന്നാലും ഒരു പേടിയല്ലേ. എന്റെ അപ്പച്ചനെങ്ങാനും അറിഞ്ഞാലുള്ള സ്ഥിതി ആലോചിക്കുമ്പോ ഈശോയെ ഇപ്പോഴേ എന്റെ കൈയും കാലും വിറയ്ക്കുക. എങ്കിൽ ഇപ്പൊ നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാം. അയ്യപ്പൻ ചേട്ടാ, അയ്യപ്പൻ ചേട്ടന്റെ രണ്ട് ആമക്കൾ മെയിൻ ഷാപ്പിൽ വിൽപ്പനക്കാരായിട്ടുള്ളപ്പോ എന്തിനാ ചേട്ടാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുടിക്കണേ? എടാ മൈ ഡിയർ ഷാജി, വേ എന്റെ മക്കൾ നിൽക്കുന്ന ആ ഷാപ്പും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഷാപ്പും ചാക്കപ്പം മുതലാളിയുടെ തന്നെ അല്ലേ? മക്കൾ അവിടെ നിന്ന് ഒഴിക്കുന്നു, അച്ഛൻ ഇവിടെ ഇരുന്ന് കുടിക്കുന്നു. അത് കൊള്ളാം. വാ വാ പാപ്പു മൂത്തനാര് വാ. നമസ്കാരം. ഇരിക്കടാ, മാറുന്നേ. എന്തോ എന്റെ പദവി എടുത്തേക്കടാ. ഇരിക്കയ്യപ്പാ. ഓ ശരിയാണ്, കള്ളിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാരും ഒന്നുപോലെയാണ്. കള്ളിന്റെ മുമ്പിൽ നമ്മളൊന്നു പോ. എടാ ഷാജിയെ, ഓ നീ കള്ളുകുടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് എന്റെ മൂത്താനാര്, ഇവനൊക്കെ ജനിച്ചത് തന്നെ കുടിക്കാൻ വേണ്ടി മാത്രമല്ലേ? മുടിയാനായ കുടിയാൻ. എടാ അയ്യപ്പാ, ഓ കുരിശുപള്ളിക്കവലയിലെ ഷാപ്പ് പൊളിപ്പിച്ചതിന് ചാക്കപ്പൻ എന്നോട് ഇത്തിരി ചൊറിച്ചിലുണ്ടല്ലേ ഇവിടെ? കാര്യം മാമ്പള്ളി ചാക്കപ്പൻ ഞങ്ങളുടെ മുതലാളിയായിരിക്കാം. പക്ഷേ പാപ്പ മൂത്തനാരോടാ എനിക്കുള്ള അടുപ്പം. ഇപ്പോഴത്തെ ചാക്കപ്പൻ മുതലാളി വെറും കാരിച്ചാക്കപ്പനായി തെണ്ടിപ്പിറക്കി കുത്തുവാളയെടുത്ത് വരുന്നതിന് മുമ്പേ ഈ പാപ്പ മൂത്തനാര് തന്നെയാ ഈ കടയിൽ മുതലാളി. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോഴൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ഇത് നിങ്ങളുടെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കിയാ കൊള്ളാം. അതിയാന്റെ വിചാരം ചത്തു കഴിയുമ്പോ ഇതെല്ലാം കൂടെ കെട്ടിപ്പറക്കി കൂടെ കൊണ്ടുപോകാമെന്ന. എന്റെ വായ നല്ലവളായിരുന്നു. അവളിപ്പോ കർത്താവിന്റെ വലതുഭാഗത്ത് പോയി ഇരിക്കുകയല്ലേ. പക്ഷെ ഈ പാപ്പുനെ തോപ്പിക്കാൻ ഒക്കിയില്ല. ഞാൻ അവളെ വെച്ച മക്കളെ മുഴുവൻ വളർത്തി വലുതാക്കി. വരണുണ്ട്. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗത്തെ പോലെ അവൻ നശിക്കും. ആ ഇമ്മടി ഒലത്തും. പാറെ പാപ്പു നശിക്കണമെങ്കിൽ ഈ ലോകം മുഴുവൻ നശിക്കണം. കർത്താവ് തമ്പുരാൻ അങ്ങനെയുള്ള ബൂതി ഉണ്ടേല് അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പാപ്പുവിനോട് വേണ്ട കളി. ലൂസിഫറിനെ പോലെ പ്രാർത്ഥന മുടക്കാൻ ദിവസവും കൊടുത്തോണ്ട് കേറി വരും. കൂടെ കുഴിഞ്ഞ വയസ്സി കോഴി മിണ്ടിപ്പോരുത്. കോഴി നിന്റെ അപ്പൻ. ഓളല്ലേ? ആ അപ്പച്ചനൊരു സ്തുതി പോലും തരാതെ എല്ലാരും പിണങ്ങി പോവാണോ? വെക്കോ വെക്കോ. ആര് പോയാലും ഒരാള് പിണങ്ങിയില്ലാന്ന് എനിക്കറിയാം. കർത്താവ് തമ്പുരാൻ എന്നോട് പിണങ്ങാൻ പറ്റുമോ? ഇമ്മിണി വെള്ളമടിച്ച് എന്തെങ്കിലും പറയുമെന്നല്ലാതെ ഈ പാപ്പുവിന്റെ മനസ്സ് മുഴുവൻ അവിടുന്ന. ക്ഷമിച്ചേക്കളെ. ആ മക്കളെ 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 അപ്പച്ച, അത്താഴം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. മക്കളെ, നിങ്ങളേക്ക് വന്നേ. നിങ്ങൾ നല്ലപോലെ അധ്വാനിക്കുന്നുണ്ടെന്ന് ഈ അപ്പച്ചനറിയാം. അധ്വാനിച്ച് വേർപ്പൊഴുക്കി ജീവിക്കണമെന്നാ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്. ഈ അപ്പച്ചൻ
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ വകയില്ലാതെ നിങ്ങളുടെ അമ്മച്ചി ഈ അപ്പച്ചന്റെ കൈ കിടന്ന് മരിച്ചത്. അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ലോകത്തിൽ കാശിന് മാത്രമേ വിലയുള്ളൂ എന്ന്. പിന്നെ എല്ലാം നേടിയെടുക്കാനുള്ള ഒരു വാശിയായിരുന്നു. പാടത്തും പറമ്പിലും അധ്വാനിച്ചിട്ടാ നിങ്ങളെ കാണുന്നതൊക്കെ ഈ അപ്പച്ചൻ ഉണ്ടാക്കിയത്. ഇനി അപ്പച്ചൻ ഒരാഗ്രഹമുള്ളൂ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ കല്യാണം ഈ നാട് കാണുന്ന ഏറ്റവും വലിയ കല്യാണമായിരിക്കണമെന്ന്. പിന്നെ നിങ്ങൾ ആണുങ്ങള് തലമുറകളായി കഴിയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഈ അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പനെ ഇനി ഒന്നു മാത്രമേ പറയാനുള്ളൂ, അർഹിക്കുന്നതിൽ കവിഞ്ഞ വില ആർക്കും കൊടുക്കരുത്, ആരെയും പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യരുത്. പാറേ പാപ്പുവിന്റെ മക്കള് വാക്കു വ്യത്യാസം കാണിച്ചുവെന്ന് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് മാത്രം ചെയ്യരുത്.